ചേർപ്പിൽ CPI-യിൽ കൂട്ടരാജി. 14-അംഗ ലോക്കൽ കമ്മിറ്റിയിൽ നിന്ന് 8 അംഗങ്ങൾ രാജിവെച്ചു. സ്വകാര്യ ബസിന്റെ സീറ്റിനടിയിൽ സൂക്ഷിച്ചിരുന്ന കേബിളുകൾ നാടോടി സ്ത്രീകൾ മോഷ്ടിച്ചു. കല്ലൂർ തൃശൂർ റൂട്ടിലോടുന്ന ബസ്സിലാണ് മോഷണം നടന്നത്. നേന്ത്രക്കായ വിലയിടിഞ്ഞതോടെ മലയോരത്തെ വാഴ കർഷകർ ദുരിതത്തിൽ. മട്ടത്തൂർ സ്വാശ്രയ കർഷക വിപണിയിൽ കെട്ടിക്കിടക്കുന്നത് 4000 കിലോയോളം നേന്ത്രക്കായ. കനകമല കുരിശുമുടി നോമ്പുകാല തീർത്ഥാടനത്തിന് തുടക്കമായി. 57 ദിവസം നീളുന്ന തീർത്ഥാടനത്തിന് തുടക്കം കുറിച്ച വിശ്വാസ ദീപവുമായി കുരിശുമുടിയിലേക്ക് പ്രദക്ഷിണം നടന്നു. നമസ്കാരം. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. ചേർപ്പിൽ CPI പ്രവർത്തകരുടെ കൂട്ടരാജി. 8 ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ രാജിവെച്ചു. CPI ചേർപ്പ് ലോക്കൽ സെക്രട്ടറിയും മണ്ഡലം കമ്മിറ്റി അംഗവുമായ NG അനിൽനാഥ് അടക്കമുള്ള CPI ലോക്കൽ കമ്മിറ്റി അംഗങ്ങളാണ് രാജിക്കത്ത് ജില്ലാ സെക്രട്ടറിക്ക് കൈമാറിയത്. 2 വർഷത്തോളമായി മണ്ഡലം സെക്രട്ടറി VP അശോകന്റെയും ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി TR രമേഷ് കുമാറിന്റെയും നേതൃത്വത്തിൽ ഏകാധിപത്യ പ്രവണതയോടെയാണ് മുന്നോട്ടു പോകുന്നതെന്ന് CPI പ്രവർത്തകർ പറഞ്ഞു. CC മുകുന്ദൻ MLA-യുടെ PA-യും CPI ചേർപ്പ് ലോക്കൽ കമ്മിറ്റി അംഗവുമായ അസ്ഗർ മജീദിനെ മണ്ഡലം കമ്മിറ്റി CPI-യിൽ നിന്ന് പുറത്താക്കിയിരുന്നു. തൃശൂർ ലോക്സഭാ മണ്ഡലം CPI സ്ഥാനാർത്ഥി മത്സരിക്കുന്നതിനാൽ ചേർപ്പ് മേഖലയിലെ നേതാക്കളുടെ വിഭാഗീയ പ്രവർത്തനങ്ങൾ പാർട്ടിയുടെ താഴെത്തട്ടിലും പൊട്ടിത്തെറിയുണ്ടാക്കിയിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ കൂടുതൽ പേർ രാജിവെക്കുമെന്ന് അനിൽനാഥ് പറഞ്ഞു. സ്വകാര്യ ബസ്സിൽ നിന്ന് നാടോടി സ്ത്രീകൾ ഇലക്ട്രിക് കേബിളുകൾ മോഷ്ടിച്ചു. കല്ലൂർ തൃശൂർ റൂട്ടിലോടുന്ന മാലാഖ എന്ന ബസ്സിലാണ് കഴിഞ്ഞ ദിവസം മോഷണം നടന്നത്. ബസിന്റെ പുറകിലെ സീറ്റിനടിയിൽ സൂക്ഷിച്ചിരുന്ന 4 കോയിൽ കേബിളുകളാണ് 3 സ്ത്രീകൾ ചേർന്ന് മോഷ്ടിച്ചത്. ഇതേ ബസ്സിലെ ജീവനക്കാരനായ വെള്ളാനിക്കോട് സ്വദേശി ബ്രീസിന്റേതായിരുന്നു കേബിളുകൾ. മോഷണ ദൃശ്യങ്ങൾ ബസ്സിലെ നിരീക്ഷണ ക്യാമറയിൽ പതിഞ്ഞു. തല്ലൂർ ബൈപ്പാസിൽ നിന്ന് തൃശൂരിലേക്കാണ് ഇവർ ടിക്കറ്റ് എടുത്തത്. 3 പേരും പുറകിലെ സീറ്റിലാണ് ഇരുന്നത്. ഇതിനിടയിൽ ബസ്സിൽ ക്യാമറ ഉണ്ടെന്നറിഞ്ഞ സ്ത്രീകൾ ക്യാമറയിൽ പെടാതിരിക്കാൻ തുണികൊണ്ട് മറച്ച ശേഷമാണ് കേബിളുകൾ മോഷ്ടിച്ചത്. തൃശൂരിൽ ഇവർ ഇറങ്ങിയ ശേഷമാണ് മോഷണവിവരം ബസ് ജീവനക്കാർ അറിയുന്നത്. ക്യാമറയിലെ ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ നിന്നാണ് മോഷണം നടത്തിയത് നാടോടി സ്ത്രീകളാണെന്ന് മനസ്സിലായത്. ബസ് ജീവനക്കാർ മോഷണ ദൃശ്യങ്ങൾ ഉൾപ്പെടെ ഉല്ലൂർ പോലീസിന് കൈമാറി. നേന്ത്രക്കായ്ക്ക് വില കുറഞ്ഞതും വാങ്ങാൻ ആളില്ലാത്തതും മലയോരത്തെ വാഴ കർഷകരെ ദുരിതത്തിലാക്കുന്നു. ഏറെ പ്രതീക്ഷകളോടെ കൃഷി ചെയ്തുണ്ടാക്കിയ നേന്ത്രക്കുലകൾക്ക് ന്യായവില കിട്ടാത്തത് കർഷകരെ നിരാശയിലാക്കിയിരിക്കുകയാണ്. വാഴകൃഷിക്ക് പ്രസിദ്ധമായ മറ്റത്തൂരിൽ പ്രധാനമായും 2 സീസണിലാണ് നേന്ത്രവാഴ കൃഷി ചെയ്യുന്നത്. കരഭൂമിയിൽ കൃഷി ചെയ്യുന്ന വാഴകൃഷിയുടെ വിളവെടുപ്പാണ് ഇപ്പോൾ നടക്കുന്നത്. സാധാരണയായി ജനുവരിയിൽ വിളവെടുക്കേണ്ടതായിരുന്നുവെങ്കിലും മഴ നീണ്ടുനിന്നത് മൂലം വിളവെടുപ്പ് വൈകി. 1 മാസം മുൻപ് വിളവെടുത്തിരുന്നെങ്കിൽ വിപണിയിൽ കുറച്ചുകൂടി മെച്ചപ്പെട്ട വിലയും ഡിമാൻഡും ഉണ്ടാകുമായിരുന്നുവെന്ന് കർഷകനായ CK പീതാംബരൻ പറഞ്ഞു. ഇത് വിറ്റഴിക്കാൻ നമുക്ക് കുറപ്പൊക്കെ അനുസരിച്ച് കുറേശ്ശെ കായ എടുക്കണുള്ളൂ. ഇപ്പോൾ ഈ കൊടും ചൂടായ കാരണം അവർക്കും കൊണ്ടുപോയി നശിച്ചു പോകുന്ന ഒരു സംഭവം കൂടിയുണ്ട്. ഇതിൽ അതാത് ജില്ലകളിലെ ഉൽപ്പന്നങ്ങൾ എടുക്കാതെ മറ്റുള്ള ജില്ലകളിൽ നിന്ന് എടുക്കാനും പാടില്ല. അപ്പോൾ അങ്ങനെ ഒരു നിബന്ധനയും കൂടിയുണ്ട് കുറപ്പിന്. അപ്പോൾ ആ ജില്ലയിലെ ഉൽപ്പന്നങ്ങൾ എടുത്ത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മുടേക്ക് എടുക്കുള്ളൂ. അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്ക് കുറേ ഒരു പരിമിതിയുണ്ട്, അവർക്കും പരിമിതിയുണ്ട്, നമുക്ക് കൊടുക്കാനും പറ്റണില്ല. ഈ സീസണിൽ വിളവെടുപ്പിന് പാകമാകുന്ന 30,000-ലേറെ നേന്ത്രവാഴകളാണ് ഇത്തവണ മറ്റത്തൂരിൽ കൃഷി ചെയ്തിട്ടുള്ളത്. കേരള പഴം പച്ചക്കറി പ്രൊമോഷൻ കൗൺസിലിന് കീഴിൽ കോടാലിയിൽ പ്രവർത്തിക്കുന്ന മറ്റത്തൂർ സ്വാശ്രയ കർഷക വിപണിയിൽ ഇപ്പോൾ ആഴ്ചതോറും 20,000-ഓളം കിലോ നേന്ത്രക്കായ എത്തുന്നുണ്ട്. ആവശ്യക്കാർ കുറവായതിനാൽ ഇത് മുഴുവൻ വിറ്റുപോകാത്ത സ്ഥിതിയാണ്. 4000 കിലോയോളം നേന്ത്രക്കായ വിറ്റഴിയാതെ ഇവിടെ കെട്ടിക്കിടക്കുകയാണ്. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഉൽപ്പാദനം കൂടിയതിന് പുറമെ വയനാട്, തമിഴ്നാട് എന്നിവിടങ്ങളിൽ നിന്ന് കുറഞ്ഞ വിലയ്ക്ക് നേന്ത്രക്കുലകൾ വിപണിയിൽ എത്തുന്നതും നാടൻ നേന്ത്രക്കായയുടെ വില കുറയാൻ കാരണമായിട്ടുണ്ട്. ഉൽപ്പാദനം കൂടുന്ന സീസണിൽ കോടാലിയിലെ മറ്റത്തൂർ സ്വാശ്രയ കർഷക വിപണിയിൽ നിന്ന് നേന്ത്രക്കായ ഉൾപ്പെടെയുള്ള കാർഷിക വിഭവങ്ങൾ ഹോർട്ടികോർപ്പ് വാങ്ങിക്കൊണ്ടു പോകാറുണ്ട്. എന്നാൽ ഔട്ട്ലെറ്റുകളിൽ വിൽപ്പന കുറവായതിനാൽ ഇപ്പോൾ കുറഞ്ഞ അളവിൽ മാത്രമാണ് ഹോർട്ടികോർപ്പ് നേന്ത്രക്കായ ശേഖരിക്കുന്നത്. അപ്പോൾ ഇത് എന്തെങ്കിലും വഴിക്ക് ഹോർട്ടികോർപ്പ് കുറച്ചും കൂടി ഉൽപ്പന്നങ്ങളെല്ലാ ജില്ലകളിലേക്കും കുറച്ച് എടുക്കുകയാണെങ്കിൽ നമ്മൾ കുറച്ചും കൂടി രക്ഷപ്പെടും. അല്ലെങ്കിൽ മറ്റത്തൂരിലെ കർഷകർ ചിലപ്പോൾ ഒരു കൂട്ട ആത്മഹത്യയിലേക്ക് പോകേണ്ട ഒരു കാലം കൂടിയാണിത്. എന്തെങ്കിലും ഗവൺമെൻറ്റിൽ നിന്ന് ഒരു ആനുകൂല്യം കൃഷിഭവൻ വഴി എന്തെങ്കിലും ചെയ്യാൻ ഗവൺമെൻറ് ഒരു സന്മനസ് കാണിക്കുന്നു കൂടി ഞാൻ പറയുകയാണ് ഈ അവസ്ഥയിൽ. വിലയിടിവ് മൂലം ദുരിതത്തിലായ കർഷകർക്ക് കൃഷിവകുപ്പിൽ നിന്ന് ആവശ്യമായ സഹായം നൽകാൻ നടപടി വേണമെന്നാണ് ആവശ്യം ഉയരുന്നത്. TCV കൊടകര.
85ാമത് കനകമല കുരിശുമുടി നോമ്പുകാല തീർത്ഥാടനത്തിന് തുടക്കമായി. കൊട്ടേക്കാട് സെന്റ് മേരീസ് അസംഷൻ ഫൊറോന ദേവാലയത്തിൽ നിന്ന് വികാരി ഫാദർ ജോജു ആളൂർ തെളിയിച്ചു നൽകിയ വിശ്വാസ ദീപശിഖ കനകമല അടിവാരം പള്ളിയിലെത്തിയതിനു ശേഷമാണ് ചടങ്ങുകൾക്ക് തുടക്കമായത്. ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ 57 ദിവസം നീളുന്ന തീർത്ഥാടനത്തിന് തുടക്കം കുറിച്ച് ദേവാലയത്തിൽ തിരിതെളിയിച്ചു. തുടർന്ന് വിശ്വാസ ദീപവുമായി കുരിശുമുടിയിലേക്ക് പ്രദക്ഷിണം നടന്നു. കുരിശുമുടി ദേവാലയത്തിൽ ദീപം പ്രതിഷ്ഠിച്ചതിനു ശേഷം ദിവ്യബലിയും തിരുശേഷിപ്പ് വണക്കവും നടന്നു. കനകമല തീർത്ഥാടന കേന്ദ്രം ഡയറക്ടർ ഫാദർ അലക്സ് കല്ലേലി, അസിസ്റ്റന്റ് വികാരി ഫാദർ ഫ്രാൻസിസ് പാറയ്ക്ക, ജനറൽ കൺവീനർ തോമസ് കുറ്റിക്കാടൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. തീർത്ഥാടകർക്ക് രാത്രിയിൽ മല കയറുന്നതിനായി അടിവാരം മുതൽ കുരിശുമുടി വരെയുള്ള പാതയിൽ 1000-ഓളം വഴിവിളക്കുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. മാർച്ച് 24-ാം തീയതിയാണ് കനകമല മഹാതീർത്ഥാടനം. ഉപദ്രവകാരികളായ മൃഗങ്ങളെ വെടിവെക്കാൻ നിയമ ഭേദഗതി കൊണ്ടുവരണമെന്ന് ജോസ് കെ മാണി MP. കോടശ്ശേരി പഞ്ചായത്തിലെ ചായ്പൻകുടിയിൽ യുവഗ്രാമം NGO നിർമ്മിച്ച വീടിന്റെ താക്കോൽദാനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ 7 വർഷമായി നിയമ ഭേദഗതിക്കായി താൻ പാർലമെന്റിൽ പോരാട്ടം നടത്തുന്നു. വന്യമൃഗം മനുഷ്യനെ ആക്രമിച്ചു കൊല്ലുമ്പോഴും സംരക്ഷണം നൽകുന്നത് വന്യമൃഗത്തിനാണ്. കാടിറങ്ങി ജനങ്ങളെ കൊല്ലാനെത്തുന്ന മൃഗങ്ങളെ വെടിവെക്കണമെന്നും ജോസ് കെ മാണി പറഞ്ഞു. 4 നൂറ്റാണ്ടിനിടെ നടത്തിയ സർവേയിൽ ആനയുടെ ദേശീയ ശരാശരി വർധന 17%. കേരളത്തിലാകട്ടെ ഇത് 65%. ഇത് കണ്ടില്ലെന്ന് നടിക്കുന്നത് യുക്തിയല്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. കേരള കോൺഗ്രസ് സംസ്ഥാന സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗം ഡെന്നിസ് കെ ആന്റണി അധ്യക്ഷനായിരുന്നു. ജില്ലാ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ ഈച്ചരത്ത്, ചാലക്കുടി നിയോജകമണ്ഡലം പ്രസിഡന്റ് പോളി ഡേവിസ് തുടങ്ങിയവർ സംസാരിച്ചു. മാളയിൽ വെള്ളം കോരുന്നതിനിടയിൽ സുരക്ഷാ വലയം തകർന്ന് കിണറ്റിൽ വീണ് സ്ത്രീയെ അഗ്നിരക്ഷാസേന രക്ഷപ്പെടുത്തി. പുളിപ്പറമ്പ് സ്വദേശി പരപ്പൻകാട്ടിൽ ഹേനയാണ് കിണറ്റിൽ വീണത്. 30 അടിയോളം ആഴമുള്ള കിണറ്റിൽ വീണ ഹേന മോട്ടോറിന്റെ പൈപ്പിൽ പിടിച്ചുനിന്നു. ചെന്തുരുത്തിയിൽ നിന്ന് അഗ്നിരക്ഷാസേനയെത്തിയാണ് രക്ഷിച്ചത്. കിണറിൽ വായുസഞ്ചാരം കുറവായിരുന്നുവെന്ന് അഗ്നിരക്ഷാസേനാംഗങ്ങൾ പറഞ്ഞു. അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ MS ജയന്റെ നേതൃത്വത്തിൽ അഗ്നിരക്ഷാ ഓഫീസർ NU മനോജാണ് കിണറ്റിലിറങ്ങി രക്ഷാപ്രവർത്തനം നടത്തിയത്. പാലിയേക്കരയിൽ മാരക മയക്കുമരുന്നായ MDMA-യുമായി യുവാവിനെ പുതുക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. കാളത്തോട് സ്വദേശി കറപ്പ മുച്ചിക്കൽ വീട്ടിൽ ഷെഫീഖാണ് പിടിയിലായത്. ഇയാളിൽ നിന്ന് 4 ഗ്രാം MDMA പോലീസ് കണ്ടെടുത്തു. ടോൾ പ്ലാസയ്ക്ക് സമീപം ഞായറാഴ്ച പുലർച്ചെ പോലീസ് നടത്തിയ വാഹന പരിശോധനയിലാണ് ബൈക്കിലെത്തിയ യുവാവ് പിടിയിലായത്. വിൽപ്പനയ്ക്കായി കൊണ്ടുപോയിരുന്ന മയക്കുമരുന്നാണ് പിടികൂടിയതെന്ന് പോലീസ് പറഞ്ഞു. പുതുക്കാട് SI-മാരായ KS സൂരജ്, MJ ലിജോ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ആൻസൺ പൗലോസ്, CPO ജെറിൻ, റൂറൽ ഡാൻസ് ഓഫ് SI-മാരായ സ്റ്റീഫൻ, ജയകൃഷ്ണൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് മയക്കുമരുന്ന് പിടികൂടിയത്. കായിക മേഖലയിൽ ഈ വർഷം തന്നെ 10,000 തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്ന് കായിക വകുപ്പ് മന്ത്രി V. അബ്ദുറഹ്മാൻ. ചാടൂർ പഞ്ചായത്തിലെ EMS സ്മാരക മിനി ഇൻഡോർ സ്റ്റേഡിയം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കായിക മേഖലയെ കളിയോടൊപ്പം സാമ്പത്തിക മേഖലയാക്കി മാറ്റുവാനുള്ള പ്രവർത്തനങ്ങളിലാണ് സർക്കാർ വിദ്യാഭ്യാസ മേഖലയിൽ കായിക പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച് കായികം ഒരു വിഷയമാക്കി സിലബസ് രൂപീകരിക്കുന്നത്. എല്ലാ ജില്ലകളിലും ഒരു പ്രധാന കളിക്കളം നിർമ്മിക്കുന്നതിനുള്ള നടപടികൾ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണെന്നും മന്ത്രി പറഞ്ഞു. ഇതിന്റെ ഭാഗമായാണ് ഉയർന്ന നിലവാരത്തോടെ ലാലൂരിലും GV രാജ സ്പോർട്സ് സ്കൂളിലുമടക്കം കളിക്കളങ്ങൾ ഒരുക്കുന്നത്. വരും വർഷത്തിൽ കായിക പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായി ആസൂത്രണ സമിതി രൂപീകരിച്ച് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. CC മുകുന്ദൻ MLA അധ്യക്ഷത വഹിച്ചു. മുൻ MLA ഗീതാഗോപി, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ശശീധരൻ തുടങ്ങിയവർ പങ്കെടുത്തു. കുന്നുകുളം ട്രഷറിക്ക് സമീപത്തെ ഹോട്ടലിൽ മോഷണം. ഫുഡ് കോപ്പ ഹോട്ടലിലാണ് മോഷണം നടന്നത്. ഹോട്ടലിന്റെ മുൻവശത്തെ ഗ്ലാസ് ഡോറിന്റെ ലോക്ക് ഭാഗം തകർത്ത് അകത്ത് കടന്ന മോഷ്ടാവ് മേശയിൽ സൂക്ഷിച്ചിരുന്ന 2000-ഓളം രൂപ കവർന്നു. കയ്യിൽ ഗ്ലൗസും മങ്കി ക്യാപ്പും ധരിച്ച മോഷ്ടാവിന്റെ ദൃശ്യം CCTV ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട്. ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന് മുന്നോടിയായുള്ള സഹസ്ര കലശ ചടങ്ങുകൾക്ക് ചൊവ്വാഴ്ച തുടക്കമാകും. കലശ ചടങ്ങുകൾ ആരംഭിച്ചാൽ ഉത്സവം കഴിയുന്നതുവരെ 5 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് നാലമ്പലത്തിനകത്തേക്ക് പ്രവേശനം അനുവദിക്കില്ല. ചോറൂൺ, തുലാഭാരം വഴിപാട് നടത്തുന്നതിന് തടസ്സമില്ല. ചൊവ്വാഴ്ച സന്ധ്യയ്ക്ക് ദീപാരാധനയ്ക്ക് ശേഷം കലശ ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ച് തന്ത്രി ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാടിന് ക്ഷേത്രം ഉരാളൻ മല്ലിശ്ശേരി നമ്പൂതിരിപ്പാട് കൂറയും പവിത്രവും നൽകി ആചാര്യവരണം നടത്തും. തുടർന്ന്
മുളയറയിൽ 10 വെള്ളപ്പാലികയിൽ നവധാന്യം വിതച്ച് മുളയിടും. തുടർന്നുള്ള ദിവസങ്ങളിൽ ഉത്സവത്തിന്റെ ഭാഗമായുള്ള ശുദ്ധികർമ്മങ്ങളും ഹോമവും അഭിഷേകവുമാണ്. 19-ാം തീയതി തത്വകലശാഭിഷേകവും 20-ാം തീയതി അതിപ്രധാനമായ സഹസ്ര കലശാഭിഷേകവും ബ്രഹ്മകലശാഭിഷേകവും നടക്കും. ഉത്സവ ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ച് 21-ാം തീയതി ആനയോട്ടമുണ്ടാകും. കുംഭത്തിലെ പൂയം നാളിൽ തന്ത്രി നമ്പൂതിരിപ്പാട് സ്വർണ്ണധ്വജത്തിൽ കൊടിയേറ്റുന്നതോടെ 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന് തുടക്കമാകും. മാർച്ച് 1-ാം തീയതി ആറാട്ടോടെ കൊടിയിറങ്ങും. ബീലൂർ മണിമലർക്കാവ് കുതിരവേലയുടെ ഭാഗമായി പുറംവേലയ്ക്ക് നിയോഗിക്കപ്പെട്ട അവകാശപ്പറയന്റെ ഇരിപ്പുവേല ആരംഭിച്ചു. തനത് സംസ്കാരത്തിന്റെ ഭാഗമായ തോറ്റം ചൊല്ലിയാണ് അവകാശപ്പറയെടുപ്പ് നടത്തുന്നത്. 18 ദേശത്ത് പറയെടുത്ത് അവകാശപ്പറയന്റെ വേല അശ്വതി ദിവസം കാവ് തീണ്ടും. തുടർന്ന് ഭരണിവേലയിൽ അരിത്താലത്തിനെ അനുഗമിക്കുകയും അരിത്താലം ചെരിഞ്ഞതിന് ശേഷം തോറ്റം പാടി അവസാനിപ്പിക്കുകയും ചെയ്യും. നാടൻ കലാരൂപങ്ങളും നാടൻ പാട്ടുകളും പ്രാചീന ഗോത്ര സംസ്കാര ബിംബങ്ങളും നിറഞ്ഞ ഇരിപ്പുവേലയെ നിരവധി പേരാണ് അനുഗമിക്കുക. പുഴയ്ക്കൽപ്പാടത്തെ 35 ഏക്കർ നിലം കിൻഫ്ര പാർക്കിനായി നികത്തുവാനുള്ള മന്ത്രിസഭയുടെ പ്രത്യേക തീരുമാനം പുനഃപരിശോധിക്കണമെന്ന് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത്. എടത്തിരുത്തിയിൽ നടന്ന പരിഷത്ത് ജില്ലാ സമ്മേളനം പ്രമേയത്തിലൂടെയാണ് സർക്കാരിനോട് ആവശ്യമുന്നയിച്ചത്. കിൻഫ്രയ്ക്ക് വേണ്ടി നിലം പരിവർത്തനം ചെയ്യുന്നതിന് നൽകിയ അപേക്ഷ കൃഷിവകുപ്പ് അണ്ടർ സെക്രട്ടറി പരിശോധിച്ച് നേരത്തെ നിരസിച്ചിട്ടും പൊതു ആവശ്യത്തിനായി എന്ന ന്യായീകരണം പറഞ്ഞാണ് നിലം പരിവർത്തനപ്പെടുത്തുന്നതിന് മന്ത്രിസഭ തീരുമാനിച്ചിട്ടുള്ളത്. മുല്ലശ്ശേരി വെങ്കടങ്ങ് കോൾപ്പടവുകളിലെ നെല്ലുൽപാദന തകർച്ചയ്ക്കുള്ള കാരണം പഠിച്ച് പരിഹാരം കാണണമെന്ന മറ്റൊരു പ്രമേയവും സമ്മേളനം അംഗീകരിച്ചു. പരിഷത്ത് ജില്ലാ പ്രസിഡന്റ് സി വിമല അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടറി പി പ്രദോഷ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് തുടങ്ങിയവർ സംസാരിച്ചു. സമ്മേളനത്തോടനുബന്ധിച്ച് ശാസ്ത്രജാഥയും സംഘടിപ്പിച്ചിരുന്നു. ഇരുൾപടർന്ന വഴികളിൽ വഴിവിളക്കു തെളിയണം. വഴികളിൽ വഴിവിളക്കു തെളിയണം. പോത്തൂർ കാഞ്ഞിരക്കുറ്റി വിഷ്ണുമായ കുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ പൂരാഘോഷത്തിനിടെ പോലീസിന് നേരെ ആക്രമണം നടത്തിയ 4 പേരെ പാവറട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു. പ്രദേശവാസികളായ തച്ചപ്പുള്ളി പ്രശോഭ്, തോട്ടുങ്ങൽ അശ്വിൻ, പാഞ്ഞാൽ പുത്തൻപുരയിൽ മനീഷ്, മണത്തല വഞ്ചിക്കടവ് താമരശ്ശേരി മിജിൽ എന്നിവരാണ് അറസ്റ്റിലായത്. പൂരാഘോഷത്തിനിടെ ചിലർ ക്ലബിന്റെ കൊടി വീശിയത് ക്ഷേത്ര കമ്മിറ്റി വിലക്കിയിരുന്നു. പ്രശ്നത്തിൽ പോലീസ് ഇടപെട്ടപ്പോൾ പ്രതികൾ ആക്രമണം നടത്തുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. മാള സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ OP സമയം കഴിയുന്നതുവരെ എത്തുന്നവർക്ക് ചികിത്സ നൽകണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ നിർദ്ദേശിച്ചു. OP സമയം 2 വരെയാണെങ്കിലും 1 മണിവരെ എത്തുന്നവർക്ക് മാത്രം ഡോക്ടറെ കാണാൻ അവസരം നൽകിയിരുന്നുള്ളൂവെന്ന പരാതിയിലാണ് പരിഹാരം നിർദ്ദേശിച്ചത്. ഇത് സംബന്ധിച്ച് ഷാൻഡി ജോസഫ് തട്ടകത്ത് നവകേരള സദസ്സിൽ നൽകിയ പരാതിയിലാണ് ആരോഗ്യവകുപ്പ് നടപടിയെടുത്തത്. മണത്തല പള്ളി ഖബർസ്ഥാനിൽ തീപിടുത്തം. ഖബർസ്ഥാനിലെ പുല്ലിനാണ് തീപിടിച്ചത്. ഗുരുവായൂരിൽ നിന്ന് ഫയർഫോഴ്സ് എത്തി തീയണച്ചു. പള്ളി പ്രസിഡന്റ് PK ഇസ്മയിൽ സ്ഥലത്തെത്തി. കുടുംബശ്രീ കുഴൂർ പഞ്ചായത്തിലെ പാറപ്പുറത്ത് ആരംഭിച്ച പച്ചക്കറി കിയോസ്കിന്റെ ഉദ്ഘാടനം പ്രസിഡന്റ് സാജൻ കുടിയൻ നിർവഹിച്ചു. ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ ബിജി വിൽസൺ അധ്യക്ഷയായി. ജില്ലാ മിഷൻ കോർഡിനേറ്റർ ഡോക്ടർ A കവിത, CDS ചെയർപേഴ്സൺ ബിജി സാജു എന്നിവർ പങ്കെടുത്തു. നാട്ടിക വെസ്റ്റ് KMUP സ്കൂളിൽ കഴിഞ്ഞ അക്കാദമിക് വർഷത്തെ പാഠ്യേതര മേഖലകളിൽ മികവ് തെളിയിച്ച പ്രതിഭകളെയും പിന്തുണ നൽകുന്ന രക്ഷിതാക്കളെയും ആദരിക്കുന്ന സല്യൂട്ട് ദ പാരന്റ് തിങ്കളാഴ്ച നടക്കും. മുൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പ്രൊഫസർ C രവീന്ദ്രനാഥ് ഉദ്ഘാടനം ചെയ്യും. CJ ജെന്നി, PV സെന്തിൽകുമാർ, ഷെറിൻ തിലക്, ഷാബോൺ താടിക്കാരൻ, ആഘോഷ് നാട്ടിക എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. വൃക്ക മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയ്ക്ക് യുവാവ് ചികിത്സാ സഹായം തേടുന്നു. പടിഞ്ഞാറെ പെരുമ്പള്ളിശ്ശേരി പുല്ലൂർ ജയപാലിന്റെ മകൻ 19 വയസ്സുള്ള വിശാലാണ് ചികിത്സാ സഹായം തേടുന്നത്. അച്ഛൻ ജയപാൽ 11 വർഷം മുൻപ് മരിച്ചതിനെ തുടർന്ന് കുടുംബം നോക്കാൻ 10ാം ക്ലാസ്സിൽ പഠനം നിർത്തിയതാണ് വിശാൽ. വൃക്ക പ്രവർത്തനരഹിതമായതിനെ തുടർന്ന് 2 വർഷമായി വിശാൽ ചികിത്സയിലാണ്. ഉടൻ വൃക്ക മാറ്റിവയ്ക്കാൻ ഡോക്ടർമാർ നിർദ്ദേശിച്ചിരിക്കുകയാണ്. വൃക്ക നൽകാൻ അമ്മ പ്രമീള തയ്യാറാണ്. സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളതിനാൽ ഡയാലിസിസ് അടക്കം അടിയന്തര ചികിത്സ പോലും മുടങ്ങിയ നിലയിലാണ്. വിശാലിന്റെ അമ്മ പ്രമീള ചെറിയ ജോലിക്ക് പോയി കിട്ടുന്ന വരുമാനം കൊണ്ടാണ് വിശാലും സഹോദരിയും അടങ്ങുന്ന കുടുംബം പെരുവനത്ത് പ്രമീളയുടെ സഹോദരിയുടെ വാടക വീട്ടിൽ ഇപ്പോൾ താമസിക്കുന്നത്.
ചേർപ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് സുജീഷ കള്ളിയത്ത, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം TN ഉണ്ണികൃഷ്ണൻ, വാർഡ് അംഗം പ്രിയലത പ്രസാദ്, PB പ്രമീള എന്നിവരടങ്ങുന്ന ചികിത്സാ സഹായ നിധി രൂപീകരിച്ചിട്ടുണ്ട്. സഹായങ്ങൾ ചേർപ്പ് യൂണിയൻ ബാങ്കിന്റെ 339201006035 എന്ന അക്കൗണ്ട് നമ്പറിലേക്ക് അയക്കാവുന്നതാണ്. TCV ചേർപ്പ്. ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയൻ തൃശൂർ ജില്ലാ യുവ അഭിഭാഷക കൺവെൻഷനും പഠന ക്യാമ്പും മധുരപ്പള്ളിയിൽ നടന്നു. മുൻ കേരള ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് S. സിരിജഗൻ ഉദ്ഘാടനം ചെയ്തു. ജനാധിപത്യത്തിന് കരുത്തു പകരാൻ ജുഡീഷ്യറിയുടെ നിഷ്പക്ഷത അനിവാര്യ ഘടകവും അവകാശവുമാണെന്നും ജസ്റ്റിസ് സിരിജഗൻ പറഞ്ഞു. AILU ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് CJ ബിമൽ അധ്യക്ഷത വഹിച്ചു. അഭിഭാഷക വൃത്തിയിൽ 50 വർഷം പൂർത്തിയാക്കുന്ന അഡ്വക്കേറ്റ് PK ഗിരിജാവല്ലഭനെ ആദരിച്ചു. അഡ്വക്കേറ്റ് ജനറൽ K. ഗോപാലകൃഷ്ണക്കുറുപ്പ്, മുൻ കേരള ഹൈക്കോടതി ജസ്റ്റിസ് R. നാരായണ പിഷാരടി, AILU സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് CP പ്രമോദ് തുടങ്ങിയവർ പങ്കെടുത്തു. ചാലക്കുടി മുരിങ്ങൂർ ചീനിക്കൽ ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവം സമാപിച്ചു. അന്നനാട് അറങ്ങാലി കടവിൽ ആറാട്ട് ചടങ്ങുകൾ നടന്നു. സനീഷ് തന്ത്രി ആറാട്ട് ചടങ്ങിന് കാർമ്മികത്വം വഹിച്ചു. ആറാട്ടിന് ശേഷം കടുങ്ങാപ്പുഴ ക്ഷേത്രത്തിന് സമീപം പറനിറപ്പും നടന്നു. തുടർന്ന് താളമേളങ്ങളും തെയ്യമടക്കമുള്ള കലാരൂപങ്ങളുമായി ആറാട്ട് സംഘം തിരിച്ചെഴുന്നള്ളി. വഴിയിലുടനീളം ഭക്തജനങ്ങൾ പറനിറച്ച് ദേവിയെ സ്വീകരിച്ചു. കുടിയിറക്കത്തിന് ശേഷം ആറാട്ടുകഞ്ഞി വിതരണം ചെയ്തു. ക്ഷേത്ര സമാജം പ്രസിഡന്റ് KN വിശാലാക്ഷൻ, സെക്രട്ടറി മിഥുൻ രാജ്, സുകുമാരൻ, ജിതിൻ, ഷാജൻ, ഉണ്ണിക്കുട്ടൻ ചിറ്റിയത്ത്, PP സുബ്രഹ്മണ്യൻ, EK പരമേശ്വരൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ കയ്പമംഗലം ഏരിയ കൺവെൻഷൻ ചന്ദ്രാപിന്നി VK കുമാരൻ സ്മാരക സാംസ്കാരിക നിലയത്തിൽ നടന്നു. AKTA ജില്ലാ ജോയിന്റ് സെക്രട്ടറി EK നന്ദനൻ ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് KR പ്രകാശൻ അധ്യക്ഷത വഹിച്ചു. ഏരിയ സെക്രട്ടറി ബിന്ദു ഷാജി, ട്രഷറർ സിന്ധു സുനിൽ, EP ജെയിംസ്, KK ഗോപാലകൃഷ്ണൻ, അമൃത മോഹൻലാൽ തുടങ്ങിയവർ സംസാരിച്ചു. ചന്ദ്രാപിന്നി ചിറക്കൽ മഹല്ല് മജ്ലിസുന്നൂർ SYS SKSSF കോർഡിനേഷൻ കമ്മിറ്റിയുടെ ബൈത്തുന്നൂർ ഭവന പദ്ധതിയിലെ 7ാമത്തെ വീട് കൈമാറി. സയ്യിദ് സൈഫുദ്ദീൻ തങ്ങൾ ഫൈസി വീടിന്റെ താക്കോൽ കൈമാറ്റം നിർവഹിച്ചു. ബൈത്തുന്നൂർ ചെയർമാൻ ഷുക്കൂർ പുളിന്തറ അധ്യക്ഷനായി. സയ്യിദ് നജീബ് തങ്ങൾ പുതിയ വീടിന്റെ പാൽക്കാച്ചൽ ചടങ്ങിനും അലി അക്ബർ ഫൈസി മൗലിദ് പാരായണത്തിനും നേതൃത്വം നൽകി. മുല്ലശ്ശേരി ഹിന്ദു UP സ്കൂൾ വാർഷികാഘോഷം ലളിതകലാ അക്കാദമി ചെയർമാൻ മുരളി ചീരോത്ത് ഉദ്ഘാടനം ചെയ്തു. മുല്ലശ്ശേരി ഉപജില്ല വിദ്യാഭ്യാസ ഓഫീസർ ഷീബ ചാക്കോ അധ്യക്ഷയായി. ചലച്ചിത്രതാരം ശിവജി ഗുരുവായൂർ, മുൻ പ്രധാന അധ്യാപിക സതീദേവി വിജയകുമാർ, OSA പ്രസിഡന്റ് TK സ്മിതോഷ്, പ്രധാന അധ്യാപിക BC രേഖ, PTA പ്രസിഡന്റ് ഷൈജൻ നമ്പനത്ത് തുടങ്ങിയവർ സംസാരിച്ചു. തളിക്കുളം എരനേഴത്ത് ശ്രീ ഭഗവതി ക്ഷേത്രോത്സവത്തിന് ഭഗവതിയുടെ ആറാട്ടോടെ സമാപനം. നമ്പിക്കടവിൽ നടന്ന ആറാട്ട് ചടങ്ങിന് ക്ഷേത്രം തന്ത്രി CB പ്രകാശൻ മുഖ്യ കാർമ്മികനായി. ആറാട്ടിന് ശേഷം മേളത്തിന്റെ അകമ്പടിയോടെ ഭഗവതി ക്ഷേത്രത്തിലേക്ക് തിരിച്ചെഴുന്നള്ളി. തുടർന്ന് കൊടിക്കൽപ്പറ, കൊടിയിറക്കൽ എന്നിവയുടെ ഉത്സവാഘോഷം സമാപിച്ചു. ക്ഷേത്രം ഭരണസമിതി ഭാരവാഹികളായ AR റോഷ്, EVS സ്മിത്ത്, EB ഷെറി തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. തൃക്കൂർ ബ്രാഹ്മണ സമൂഹ മഠത്തിൽ രുദ്ര ഏകാദശി വസോർധാര ചടങ്ങുകൾ നടന്നു. തൃക്കൂർ സുരേഷ് വാദ്യാർ, തൃക്കൂർ സീതാരാമ വാദ്യാർ എന്നിവർ നേതൃത്വം നൽകി. തുടർന്ന് അന്നദാനവും ഉണ്ടായിരുന്നു. തൃപ്രയാർ കേന്ദ്രമാക്കി പുതിയ താലൂക്ക് രൂപീകരിക്കണമെന്നും നാട്ടിക മേഖലയിൽ കനോലി കനാലിന്റെ തീരത്ത് താമസിക്കുന്നവരുടെ കുടിവെള്ളക്ഷാമം പരിഹരിക്കണമെന്നും തൃപ്രയാറിൽ നടന്ന കേരള NGO യൂണിയൻ നാട്ടിക ഏരിയ സമ്മേളനം ആവശ്യപ്പെട്ടു. തൃപ്രയാർ ഗവൺമെന്റ് പോളിടെക്നിക് ഹാളിൽ നടന്ന സമ്മേളനം യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം S. ഉഷാകുമാരി ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ നാട്ടിക ഏരിയ പ്രസിഡന്റ് അംബിക ചാത്തു അധ്യക്ഷത വഹിച്ചു. പുതിയ ഏരിയ കമ്മിറ്റി ഭാരവാഹികളായി MB അരുൺ, അംബിക ചാത്തു, പ്രജീഷ് ജനൻ എന്നിവരെ തെരഞ്ഞെടുത്തു.
കേരള അത്ലറ്റിക് ഫിസിക് അലയൻസ് പാലായിൽ സംഘടിപ്പിച്ച കേരള ബോഡി ബിൽഡിംഗ് ആൻഡ് ഫിസിക് ചാമ്പ്യൻഷിപ്പിൽ പേരാമ്പ്ര സ്വദേശികളായ അച്ഛനും മകനും ഒന്നാം സ്ഥാനം. പേരാമ്പ്ര കിരിയത്ത് ജോയ്സൺ, മകൻ ആൻഡ്രിക് ജോയ്സൺ എന്നിവരാണ് അപൂർവ നേട്ടത്തിന് അർഹരായത്. മാസ്റ്റേഴ്സ് 50 വിഭാഗത്തിലാണ് ജോയ്സൺ ഒന്നാം സ്ഥാനം നേടിയത്. ജൂനിയർ ബോഡി ബിൽഡിംഗ് 65 കിലോ വിഭാഗത്തിലാണ് ആൻഡ്രിക് ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയത്. മലങ്കര ഓർത്തഡോക്സ് സഭയുടെ കോട്ടയത്ത് നടക്കുന്ന മഹാസംഗമത്തിന്റെ ഭാഗമായുള്ള സന്ദേശയാത്രയ്ക്ക് എരുമപ്പെട്ടി സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളിയിൽ സ്വീകരണം നൽകി. വികാരി ഫാദർ ബെഞ്ചമിൻ, ട്രസ്റ്റി എം ഗിരീഷ്, സെക്രട്ടറി വിമേക് തുടങ്ങിയവർ സ്വീകരണത്തിന് നേതൃത്വം നൽകി. പറഞ്ഞുകൊണ്ട് ഇതാ ഈ പതാക പ്രയാണവും സന്ദേശയാത്രയും മുണ്ടൂർ പുറ്റേക്കര സെന്റ് ജോർജസ് ഹയർ സെക്കൻഡറി സ്കൂൾ 1993-94 SSLC ബാച്ച് വിദ്യാർത്ഥികളുടെ ഒത്തുചേരൽ അക്ഷരമുറ്റത്തെ ഓർമ്മപ്പൂക്കൾ സംഘടിപ്പിച്ചു. മുതിർന്ന അധ്യാപിക കല്യാണി കേക്ക് മുറിച്ച് അധ്യാപകർക്കും കുട്ടികൾക്കും മധുരം പങ്കുവച്ചു. അധ്യാപകർക്ക് സ്നേഹോപഹാരങ്ങൾ സമ്മാനിച്ചു. അധ്യാപകരുടെ സാന്നിധ്യത്തിൽ സഹപാഠിയുടെ വീട് നിർമ്മാണത്തിനായി സമാഹരിച്ച തുക കൈമാറി. ചടങ്ങുകൾക്ക് കൂട്ടായ്മ സെക്രട്ടറി MK ലിനീഷ് കുമാർ, ഷീന, PR സജീവ് എന്നിവർ നേതൃത്വം നൽകി. ആമ്പല്ലൂർ കുണ്ടുകാവ് 28 ചാൽ പൂരം വരവിനിടയിലേക്ക് നിയന്ത്രണം വിട്ട ബസ് പാഞ്ഞുകയറി ഒരാൾക്ക് നിസാര പരിക്കേറ്റു. അളകപ്പനഗർ സ്വദേശി അക്കരക്കാരൻ സജിക്കാണ് പരിക്കേറ്റത്. ഇയാളെ പുതുക്കാട് താലൂക്ക് ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചു. ആമ്പല്ലൂർ KSEB ഓഫീസിന് സമീപത്തായിരുന്നു അപകടം. ഓട്ടോറിക്ഷയിലിടിച്ച ബസ് കുറുപ്പംകുളം ദേശത്തിന്റെ ആഘോഷത്തിനിടയിലേക്ക് നിയന്ത്രണം വിട്ടു വരികയായിരുന്നു. ആളുകൾ ഓടിമാറിയതിനാൽ വൻ ദുരന്തം ഒഴിവായി. ബസിന്റെ ബ്രേക്ക് നഷ്ടപ്പെട്ടതാണ് അപകട കാരണം. പുതുക്കാട് പോലീസ് സ്ഥലത്തെത്തിയിരുന്നു. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകൾ. ചേർപ്പിൽ CPI-യിൽ കൂട്ടരാജി. 14 ലോക്കൽ കമ്മിറ്റിയിൽ നിന്ന് 8 അംഗങ്ങൾ രാജിവെച്ചു. സ്വകാര്യ ബസിന്റെ സീറ്റിനടിയിൽ സൂക്ഷിച്ചിരുന്ന കേബിളുകൾ നാടോടി സ്ത്രീകൾ മോഷ്ടിച്ചു. കല്ലൂർ തൃശൂർ റൂട്ടിലോടുന്ന ബസ്സിലാണ് മോഷണം നടന്നത്. നേന്ത്രക്കായ വിലയിടിഞ്ഞതോടെ മലയോരത്തെ വാഴ കർഷകർ ദുരിതത്തിൽ. മറ്റത്തൂർ സ്വാശ്രയ കർഷക വിപണിയിൽ കെട്ടിക്കിടക്കുന്നത് 4000 കിലോയോളം നേന്ത്രക്കായ. കനകമല കുരിശുമുടി നോമ്പുകാല തീർത്ഥാടനത്തിന് തുടക്കമായി. 57 ദിവസം നീളുന്ന തീർത്ഥാടനത്തിന് തുടക്കം കുറിച്ച് വിശ്വാസദീപവുമായി കുരിശുമുടിയിലേക്ക് പ്രദക്ഷിണം നടന്നു. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.